കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കവിതയുടെ വീട്ടുകാർ സുഭാഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മകൾക്ക് ഇവിടുത്തെ ചെറുക്കനാണ് ഭർത്താവായി വരാൻ യോഗം. സുഭാഷും ഒരുപാട് സ്ഥലത്ത് നോക്കിയതാ, പക്ഷേ ഇവിടെ തന്നെ വന്നെത്തിയല്ലോ എന്ന് ബ്രോക്കർ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സുധീഷും ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിലേക്ക് ചായ എടുക്കാൻ ചെന്ന നിധി സുധീഷിനോടായി പലഹാരങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട്. സുധീഷ് പലഹാരം എടുത്ത് കുണുങ്ങി കുണുങ്ങി നടക്കുമ്പോൾ അതേ കുണുങ്ങാതങ്ങ് നടന്നേ എന്നവൾ അവനോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കവിതയുടെ അച്ഛനും ഞങ്ങൾ ഇത് തന്നെ അമ്മോളോട് പറഞ്ഞത്, എല്ലാം കലങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയല്ലോ എന്ന് പറയുമ്പോഴേക്കും അമ്മാവൻ മുകളിലോട്ട് നോക്കി കഴുക്കോൽ ഉത്തരവൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ആഴ്ചയിലെടുത്ത് ഇളക്കി മാറ്റി വെക്കാൻ പറ്റുമോ എന്നും ഭാസ്കരനും മറുപടി പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സുധീഷും ചായയായി അവരുടെ അടുത്തെത്തി അവർക്ക് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കെ സുഭാഷ് വന്ന് പരിപ്പുവട ഉണ്ടാക്കി തന്ന കാര്യം ഞങ്ങൾ എന്നും വീട്ടിൽ പറഞ്ഞ് ചിരിക്കാറുണ്ട് എന്ന് കവിതയുടെ അമ്മ പറയുമ്പോൾ അതെ അതെ, അതുകൊണ്ട് നല്ല ഒന്നാന്തരം പരിപ്പുവട ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് അവളുടെ അമ്മാവനും പറയുന്നുണ്ട്. ആ, നല്ല പറക്കും തളിക പോലെയുള്ള പരിപ്പുവട എന്ന് അവളുടെ അമ്മയും സന്തോഷത്തോടെ പറയാണ്. അപ്പോഴേക്കും കവിതയുടെ വല്യച്ഛനും അവിടെ ഉണ്ടായിരുന്ന ഒരു സമൂസ എടുത്ത് ഇത് മോനുണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, കടയിൽ നിന്ന് വാങ്ങിയതാ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കണ്ടപ്പോഴേ തോന്നി ഏറുപടക്കം പോലെയുണ്ട് എന്നും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചായയും കുടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സംസാരിച്ച് തീർന്നല്ലോ, എല്ലാ കണ്ടീഷനും ഓക്കെ അല്ലേ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ സംശയത്തോടെ സുഭാഷ് സുധീഷിനെ നോക്കുന്നുണ്ട്. കുഴപ്പമാവോ എന്ന് സുധീഷിനോട് നിധി പതുക്കെ ചോദിക്കുമ്പോഴേക്കും എന്ത് കണ്ടീഷൻ എന്ന് സുഭാഷും ചോദിക്കുകയാണ്. അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഈ കല്യാണം എവിടെ നടത്തണം, സ്വർണ്ണം എത്ര എടുക്കണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഇല്ലേ, അതിനെക്കുറിച്ചാ പറയുന്നേ എന്ന് സുഭാഷിനോടായി പറഞ്ഞുകൊണ്ട് കല്യാണം എവിടെ വെച്ച് നടത്തിയാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം, പിന്നെ സ്വർണം അതും ഞങ്ങൾക്കൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ ഇഷ്ടം അത് മാത്രം മതി എന്ന് സുധീഷ് അവരോടായി പറയുന്നുണ്ട്. അത് നിങ്ങളുടെ നിലപാട്, പക്ഷെ ഞങ്ങളുടെ കുട്ടിക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഞങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്യും എന്ന് കവിതയുടെ അച്ഛൻ പറയുമ്പോൾ ഓ വളരെ നല്ലത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഇന്ന് ബുധൻ, രാഹു 12-ന് തുടങ്ങും, അതിനു മുന്നേ നിശ്ചയത്തിന്റെ ദിവസം കുറിച്ചാലോ എന്ന് കവിതയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ശരിയെന്ന് ഭാസ്കരനും സമ്മതിക്കുന്നുണ്ട്. പയ്യന്റെ ജാതകം കയ്യിലുണ്ടായതുകൊണ്ട് ഞങ്ങളൊന്ന് സമയം നോക്കിച്ചു, അടുത്ത മാസം 3 തീയതികളുണ്ട് അല്ലേ ഏട്ടാ എന്ന് കവിതയുടെ അമ്മ പറയുമ്പോൾ അതെ, 15, 25, 30 ഇതിലേതാ നിങ്ങൾക്ക് പറ്റുന്ന തീയതി, അത് നോക്കി നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം എന്ന് കവിതയുടെ അച്ഛനും പറയാണ്. 15 തന്നെ തീരുമാനിക്കാം എന്ന് ഹരീഷ് പറയുമ്പോൾ എങ്കിൽ പിന്നെ അതിൻ്റെ ഒരു 4 ദിവസം മുന്നേ നിശ്ചയവും നടത്താം, നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് കവിതയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. ഏയ് ഒരു കുഴപ്പമില്ല, ഒന്ന് പെട്ടെന്ന് നടന്നു കിട്ടിയാൽ മതി എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇനി യാത്രയില്ല, ഇനിയിപ്പോൾ അത്രയല്ലേ ദിവസമുള്ളൂ, മണ്ഡപമൊക്കെ നോക്കി വെച്ചിട്ട് ഞാൻ വിളിച്ചു പറയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ, ശരിയെന്നാ എന്നും പറഞ്ഞ് അവര് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. ഭാസ്കരനും അവരുടെ കൂടെ തന്നെ പുറത്തേക്ക് പോയി ബ്രോക്കർ ഫീ എടുത്ത് ബ്രോക്കറുടെ കീശയിൽ ഇടുന്നുണ്ട്. ഇതൊന്നും വേണ്ടായിരുന്നു എന്നയാൾ പറയുമ്പോൾ വലിയ അഭിനയൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഭാസ്കരൻ കാശ് അയാൾക്ക് കീശയിൽ വെച്ച് കൊടുക്കാണ്. അവിടെ ഡൈനിങ് ഹാളിൽ അവർ യാത്രയാവുന്നു നോക്കി നിൽക്കായിരുന്നു സുഭാഷും കൂട്ടരും. പെട്ടെന്ന് നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്താടാ, എന്തു പറ്റി എന്ന് സുഭാഷ് ടെൻഷനോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ, സന്തോഷം കൊണ്ടാ എന്ന് നികേഷും പറയാണ്. അപ്പോഴേക്കും സുധീഷും സന്തോഷം വരുത്തിക്കൊണ്ട് ഇവന്റെ ഒരു കാര്യം, സന്തോഷം വന്നാലും കാര്യം സങ്കടം വന്നാലും കാര്യം എന്ന് സുധീഷ് പറയുമ്പോൾ എടാ, എങ്ങനെ ഈ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തും, അവരുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാനും പറ്റിയില്ല എന്ന് സുഭാഷ് ടെൻഷനോട് പറയുമ്പോൾ ചേട്ടാ അതൊന്നും സാരമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം പെട്ടെന്ന് നടത്തണം, നല്ല സുന്ദരിയായ പെൺകുട്ടിയെ തന്നെ ചേട്ടന് കിട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്ന് ഹരീഷ് പറയുമ്പോൾ അതല്ലടാ, പെട്ടെന്ന് ഇങ്ങനെ കല്യാണം നടത്തണമൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടുന്ന് കാശുണ്ടാക്കും, ഇത്രയും കാശുണ്ടാക്കണമെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കില്ലേ എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, എന്റെ കല്യാണം സുഭാഷ് ഏട്ടൻ നടത്തിയെങ്കിൽ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തേണ്ട കടമ എന്റേതല്ലേ, അതിന് എത്ര പൈസ വേണമെങ്കിലും, ഇനി 1000 അല്ല 1,00,000 ആണെങ്കിലും അത് ഈ സുധീഷ് കൊടുക്കും എന്ന് സുധീഷ് വിളിച്ചു പറയുന്നത് കേട്ട് ബെസ്റ്റ് എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുധീഷ് ഏട്ടാ ഒന്ന് ആലോചിച്ചിട്ട് നാക്കെടുത്ത് വീശിയാ പോരെ, എന്തെങ്കിലും ഒരു ആവശ്യം ഈ വീട്ടിൽ വന്നാൽ അപ്പോൾ അവിടുന്ന് സ്കൂട്ടാവുന്ന ആളാ സുധീഷ് ഏട്ടൻ, ഇന്നേ വരെ ഈ വീട്ടിന് വേണ്ടി 1 രൂപയെങ്കിലും ചെലവാക്കിയിട്ടുണ്ടോ, എനിക്കൊരു പെൻസിലെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ, ആ ആളാണ് കല്യാണത്തിന്റെ ചെലവ് മൊത്തം നോക്കാൻ പോകുന്നത്, വെറുതെ ഞങ്ങൾക്കിട്ട് താങ്ങല്ലേ എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷും ദേഷ്യത്തോടെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും സുധീഷേ എന്ന് സുഭാഷ് വിളിക്കുമ്പോൾ സുഭാഷ് ഏട്ടനൊന്നും പറയണ്ട, ഈ കല്യാണം ഞാൻ നടത്തും, അത് ഞാൻ ഉറപ്പാക്കിയിട്ടുള്ള കാര്യ, നിശ്ചയിച്ച ദിവസം അവർ പറയുന്ന മണ്ഡപത്തില് സുഭാഷ് ഏട്ടന്റെ കല്യാണം ഭംഗിയായി ഞാൻ നടത്തും, എന്താ അത് പോരെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ
ഒരു 3 തവണ സത്യം കൂടി ഇട്ടേക്ക്, ഒരു ഇമ്പാക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് ഹരീഷ് പറയുമ്പോൾ, ഹരീഷേ ഞാൻ പറഞ്ഞത് സത്യ, നീ നോക്കിക്കോ എന്ന് വെല്ലുവിളിയോടെ പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നിധിയും ഹരീഷും കൂടി അകത്തേക്ക് പോകുമ്പോഴേക്കും എന്തുവാടാ ഇത്, ചുമ്മാതിരി എന്നും പറഞ്ഞുകൊണ്ട് നികേഷിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് സുഭാഷ്. പിന്നീട് ഡൈനിങ് ഹാളിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് നികേഷ് വന്നിരിക്കുന്നുണ്ട്. സുധീഷ് റീൽസ് നോക്കിയിരിക്കുന്നത് കണ്ട് ഇതാണോ നോക്കിയിരിക്കുന്നേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എന്താടാ ഈ കുട്ടിയുടെ നല്ല പെർഫോമൻസ് അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെയും വായി നോക്കിയിരിക്കുന്നത് ഏട്ടത്തി കണ്ട് ഒരു ദിവസം ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും എന്ന് നികേഷ് പറയുമ്പോൾ, എന്തിന്, അവളും ഞാനും തമ്മിൽ നടന്ന കല്യാണാണെന്നുള്ള ചിന്തയൊന്നും അവൾക്കില്ലല്ലോ, പിന്നെ ഞാൻ റീൽസല്ലേ കാണുന്നുള്ളൂ, നേരിട്ട് പോയി വായി നോക്കിയിരിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അകത്ത് നിന്ന് വന്ന് സുധീഷേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അവനെ ശ്രദ്ധിക്കാതെ സുധീഷ് ഇരിക്കുന്നത് കണ്ട് ഹരീഷ് സുധീഷിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. എന്താടാ ഫോൺ താ എന്ന് സുധീഷ് പറയുമ്പോൾ, ഇത്ര അടുത്ത് നിന്ന് വിളിച്ചിട്ടും കേട്ടില്ലേ എന്ന് ഹരീഷും ചോദിക്കാണ്. ഓ നീ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കുമ്പിടാൻ നീ ആരെ രാജാവോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഈ റീലിപ്പോ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, അതവിടുന്ന് ഓടിപ്പോകുന്നില്ലല്ലോ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് ഹരീഷും പറയുന്നുണ്ട്. ആഹാ നീ സംസാരിക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോഴേക്കും ഞാൻ എല്ലാം അവസാനിപ്പിച്ച് നിന്റെ അടുത്ത് വന്ന് നിൽക്കണോ, എനിക്കിപ്പോൾ സൗകര്യമില്ല, ഫോണിങ് താടാ എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ വാങ്ങാൻ നോക്കുമ്പോഴേക്കും തരില്ലെന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുക്കളയിൽ നിന്നും നിധി വരികയാണ്. നിധിയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് അവർ രണ്ടുപേരും ഒന്നൊതുങ്ങുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അവരെ ഒന്നുകൂടി നോക്കി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഹരീഷ് ഫോണുമായി ഒരു കസേരയിൽ പോയി ഇരിക്കുമ്പോഴേക്കും സുധീഷും അവിടെ ചെന്നിരുന്ന് അവന്റെ കയ്യിൽ നിന്നും ഫോൺ പെട്ടെന്ന് പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ മൊഴിയേ എന്ന് സുധീഷ് പറയുമ്പോൾ, കല്യാണം എങ്ങനെ നടത്തും, സുഭാഷ് ഏട്ടന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, കേട്ടു, അതിനെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് ശരി, കല്യാണത്തിന്റെ കാര്യത്തിൽ സുധീഷ് ഏട്ടൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ഞാൻ എന്താ പറഞ്ഞേ എന്ന് സുധീഷും ചോദിക്കാണ്. ഹരീഷ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നികേഷിനോടായി, കണ്ടില്ലേ നികേഷേ, എല്ലാവരുടെയും മുന്നിൽ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, നീ പറഞ്ഞേ ഇങ്ങനെ എന്താ പറഞ്ഞേന്ന് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ നികേഷിനോടായി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് എത്ര ചെലവ് വന്നാലും അത് സുധീഷ് ഏട്ടൻ നോക്കിക്കോളാന്നാ പറഞ്ഞേ എന്ന് നികേഷ് പറയുമ്പോൾ, ഞാനോ ഈശ്വര ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞ് സുധീഷ് അവിടുന്ന് എഴുന്നേറ്റ് നികേഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ദേ വലിയ വേഷം കെട്ടെടുക്കരുത് എന്ന് ഹരീഷും അങ്ങോട്ട് ചെന്ന് പറയുന്നുണ്ട്. എടാ നികേഷേ ഞാൻ അങ്ങനെ പറഞ്ഞോ, എപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞേ എന്ന് സുധീഷ് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുമ്പോൾ, അങ്ങനെ തന്നെയാ പറഞ്ഞേ, എത്ര ലക്ഷമായാലും അതും സുധീഷ് ഏട്ടൻ തന്നെ നോക്കിക്കോളാന്നാ പറഞ്ഞേ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്ന് നികേഷ് പറയുമ്പോൾ, ശരി ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ ഞാനെന്താ ചെയ്യണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, നോക്ക് സുധീഷ് ഏട്ടാ, എൻ്റെ കയ്യിൽ അത്ര കാശൊന്നുമില്ല, കല്യാണത്തിന് ഒരുപാട് ചെലവ് വരും, സുധീഷ് ഏട്ടൻ തന്നെ കാശിന്റെ കാര്യമൊക്കെ നോക്കോ, അല്ല ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ, എന്തെങ്കിലും വാ തുറന്നൊന്ന് പറ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, എടാ സത്യമായിട്ട് ഞാനങ്ങനെ പറഞ്ഞോ, എനിക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ല കേട്ടോ, അല്ലെങ്കിലും ഇത്രയും കാശ് ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ എന്ന് സുധീഷ് പറയുമ്പോൾ, കയ്യിലുള്ള കാശൊക്കെ തന്റെ കല്യാണത്തിന് വേണ്ടി എടുത്ത് ചെലവാക്കിയില്ലേ, എന്റെ കല്യാണം സുഭാഷ് ഏട്ടൻ നടത്തിയതല്ലേ, ഇനി സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തേണ്ടത് എന്റെ കടമയല്ലേ എന്നൊക്കെ വലിയ വാചകം അടിച്ചിട്ട് ഇപ്പൊ കാശില്ലാന്നോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ, ആഹാ അപ്പൊ അത് ശരി, എല്ലാ ചെലവും എന്റെ തലയിൽ കെട്ടിവെക്കാനാണല്ലേ നിന്റെ ശ്രമം അല്ലേടാ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, അയ്യോ അങ്ങനെ തലയിൽ കെട്ടിവെക്കണമെന്നൊന്നും ആരും കരുതിയിട്ടില്ല, ഇപ്പൊ കാര്യം പറ, കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, സുധീഷും പരിങ്ങലോടെ നിൽക്കുന്നത് കണ്ട്, എടോ കയ്യിൽ കാശില്ലെങ്കിൽ പറ, എനിക്ക് എവിടുന്നെങ്കിലും ഒപ്പിക്കണം, അതുകൊണ്ടാ ചോദിക്കുന്നേ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ, ഇത്രയും കാശിന് ഞാൻ എവിടെ പോവാനാ, എന്റെ കയ്യിൽ എന്താ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടോ, ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, കല്യാണത്തിന്റെ മൊത്തം ചെലവും ഞാൻ തന്നെ വഹിക്കണം എന്ന് വെച്ചാൽ അതൊന്നും നടക്കൊന്നുമില്ല എന്ന് സുധീഷ് പറയുമ്പോൾ, സുധീഷ് ഏട്ടാ ഹരീഷ് ഏട്ടൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, കല്യാണത്തിന്റെ എല്ലാ ചെലവും നോക്കാന്ന് പറഞ്ഞില്ലേ, അത് എന്ത് ഐഡിയ ഉദ്ദേശിച്ചാന്നാ ചോദിച്ചേ എന്ന് നികേഷ് പറയുമ്പോൾ, എനിക്കൊരു കുറിയുണ്ട്, അത് വിളിക്കാം, കുറച്ച് കാശ് ഓണറോട് ചോദിക്കാം, ബാക്കി കാശിന് എന്ത് ചെയ്യുമെന്ന് പറ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ നോക്കാം എന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ എപ്പോഴാ, കല്യാണം അടുത്തു എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ, എടാ നിന്റെ ഓണറെ പോലെയല്ല എൻ്റെ ഓണർ, ഇപ്പോൾ ഒരുവിധം കാല് പിടിച്ചിട്ട് ആ ജോലി തന്നെ തിരിച്ചെടുത്തത്, എൻ്റെ കയ്യിലാണെങ്കിൽ ചില്ലി കാശ് സേവിങ്സും ഇല്ല, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ഇയാൾ പിന്നെന്തിനാ കല്യാണം ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞത് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും, ഏറ്റെടുത്ത് നടത്താന്ന് വെച്ചാൽ കല്യാണത്തിന്റെ ചെലവ് മൊത്തം നോക്കിക്കോളാം എന്നാണോ അർത്ഥം, നീ ഒരു കാര്യം ചെയ്യ്, കല്യാണം വല്ല അമ്പലത്തിൽ വെച്ച് നടത്താന്നോ ചെറിയ രീതിയിൽ നടത്താന്നോ എന്നൊക്കെ തീരുമാനിക്കേ, അപ്പൊ ചെലവും കുറയും എന്ന് സുധീഷ് പറയുമ്പോൾ, ആഹാ അത് കൊള്ളാം, ഇയാളുടെ കല്യാണത്തിന് ഒരു ഉഗ്രൻ റിസപ്ഷൻ ഈ വീട്ടിൽ നടത്തിയിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും, ഞാനാണോ അത് ആവശ്യപ്പെട്ടത്, ഞാൻ പറഞ്ഞു നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ, എന്നോടൊരു വാക്ക് ചോദിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തത് എന്റെ കുറ്റാണോ എന്ന് ഹരീഷിനോടായി പറഞ്ഞുകൊണ്ട് നികേഷിനോടായി, നിങ്ങളോട് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാൻ, നിങ്ങളുടെ മണ്ടത്തരത്തിന് ഞാൻ ഉത്തരവാദിത്തം എടുക്കണല്ലേ, കൊള്ളാലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, എന്താണോ സംസാരിക്കേണ്ടത് അതുമാത്രം സംസാരിക്കേ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ സംസാരിക്കുന്നേ എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ ഇങ്ങയുടെ വായിന്ന് വരുന്നത് കേൾക്കുന്നില്ലേ, അത് കേട്ടാൽ തന്നെ കലിയാ വരുന്നേ,
നീ നോക്കിക്കോ, സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് ഇയാൾ ഒരു രൂപ പോലും തരാൻ പോകുന്നില്ല. ഇന്നേവരെ വീട്ടു ചെലവിന് പോലും ഒരു ചില്ലി കാശ് ഇയാൾ തന്നിട്ടുണ്ടോ? ഇയാൾ വെറും ഫ്രോഡാ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, ഫ്രോഡോ? ആരാടാ ഫ്രോഡ് എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ ചെലവും നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ ഉൾട്ടടിക്കുന്നു എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, അതിന് സുഭാഷ് ഏട്ടന്റെ കല്യാണം നാളെയൊന്നും അല്ലല്ലോ, നീ എന്തിനാ ഇപ്പോഴേ ഇത് സംസാരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, സുഭാഷ് ഏട്ടന്റെ കല്യാണം ഇനി നാളെ ആയാലും എപ്പോഴായാലും ഇയാൾ ഒരു ചില്ലി കാശ് പോലും തരാൻ പോകുന്നില്ല. തനിക്കതിനുള്ള മനസ്സുമില്ല, കഴിവുമില്ല എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുധീഷ് അവന്റെ കാരണത്തൊന്ന് ആഞ്ഞടിക്കുന്നുണ്ട്. ഹരീഷും ദേഷ്യത്തോടെ അവനെ തിരിച്ചടിക്കാണ്. രണ്ടുപേരും അടികൂടുന്നത് കണ്ട് സുധീഷ് ഏട്ടാ, ഹരീഷ് ഏട്ടാ വഴക്കുണ്ടാക്കല്ലേ, മാറി നിൽക്ക് എന്നൊക്കെ നികേഷ് വിളിച്ചു പറയുന്നുണ്ട്. നികേഷ് അവരെ പിടിച്ചു മാറ്റാൻ പരമാവധി നോക്കുന്നുണ്ടെങ്കിലും അവൻ പറയുന്നതൊന്നും കൂട്ടാകാതെ വീണ്ടും അടിപിടി കൂടുകയാണ്. അപ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. സുഭാഷും അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ നോക്കാണ്. അപ്പോഴേക്കും നിധിയും അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും അടിപിടി കൂടി നിലത്ത് വീണ് ഉരുളുന്നത് കണ്ട് നിർത്തുക എന്ന് നിധി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അവരതൊന്നും കേൾക്കാതെ വീണ്ടും അടി തുടരാണ്. നിധി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് ചെന്ന് 2 പാത്രം എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. പാത്രത്തിന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും നിലത്ത് കിതപ്പോടെ ഇരിക്കുമ്പോഴേക്കും, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? ചെറിയ കുട്ടികളെ പോലെ അവർ പോലും ഇങ്ങനെ വഴക്കുകൂടില്ലല്ലോ. തൂണ് പോലെ വളർന്നിട്ടും ഇങ്ങനെ അടികൂടാൻ നാണമില്ലേ? ഇനിയും ഇങ്ങനെ അടികൂടിയാൽ ഞാൻ വെറുതെ ഇരിക്കുന്നു കരുതണ്ട എന്നും പറഞ്ഞ് റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയ നിധി സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന്, സോറി സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് അകത്തേക്ക് സുഭാഷ് ദേഷ്യത്തോടെ, എന്താടാ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാനല്ല സുഭാഷ് ഏട്ടാ, ഇവൻ വന്ന് എന്റെ മേക്കിട്ട് കയറിയതാ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത് എന്ന് സുഭാഷ് ഏട്ടനോട് പറയണോ എന്ന് ഹരീഷ് ചോദിക്കുന്നത് കേട്ട്, എന്താടാ പറഞ്ഞേ, ഞാൻ എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞ് സുധീഷും വീണ്ടും അവനോട് വഴക്കിടാൻ പോവുകയാണ്. സുഭാഷും അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട്, അവൾ എന്താ പറഞ്ഞിട്ട് പോയെന്ന് കേട്ടില്ലേ എന്ന് അവരോടായി ചോദിക്കുമ്പോൾ, നികേഷും കൈകൊപ്പിക്കൊണ്ട്, ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞു പോയത് കേട്ടില്ലേ, ദയവായി അടിയുണ്ടാക്കി ഏട്ടത്തിയെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എന്നും പറഞ്ഞുകൊണ്ട് നികേഷും അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ മുറ്റത്ത് സൈക്കിൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. ഹരീഷ് പൊടി പറത്തിക്കൊണ്ട് മുറ്റടിച്ചു വരുന്നത് കണ്ട്, ഇങ്ങനെ പൊടി പറത്തിക്കൊണ്ടാണോ മുറ്റടിക്കുന്നത്? ഇത്തിരി വെള്ളം തളിച്ചൂടെ മറ്റുള്ളവരുടെ മുഖത്തോടി പൊടിയാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ സൈക്കിൾ കുറച്ച് ദൂരത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്ക് അകമെല്ലാം തുടച്ച് വൃത്തിയാക്കാണ്. ഹരീഷ് അപ്പോഴേക്കും മുറ്റമടിയെല്ലാം കഴിഞ്ഞ് വെള്ളം എടുത്ത് മുറ്റത്താകെ തളിക്കുന്നുണ്ട്. ഭാസ്കരന്റെ മുഖത്ത് വെള്ളമാകുമ്പോഴേക്കും, എന്താടാ ഈ കാണിക്കുന്നത്? മറ്റുള്ളവരുടെ മുഖത്ത് വെള്ളമാകുന്നത് കാണുന്നില്ലേ, താൻ തോന്നി എന്ന് ഹരീഷിനെ ശകാരിക്കുന്നുണ്ട്. സുധീഷും അകമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് വിളക്ക് വയ്ക്കാണ്. വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ആരതി ഒഴിയുമ്പോഴേക്കും നികേഷും അവനെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ഇരിക്കുന്നുണ്ട്. സുധീഷ് ആരതി ഒഴിഞ്ഞുകൊണ്ട് ഇല്ലാത്തൊരു ചുമ വരുത്തുന്നുണ്ട്. വിളക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ ഇട്ട് ചുറ്റും നോക്കിക്കൊണ്ട് ക്ലീൻ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ഭക്തിയെല്ലാം കഴിയുമ്പോഴേക്കും, അഡ്രസ്സ് മാറിപ്പോയല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നോ കമന്റ്സ് എന്ന് സുധീഷ് മറുപടി പറയുമ്പോഴേക്കും ഹരീഷും സുഭാഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. ദേ, ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്ന ചിന്ത വേണം, എന്തിനാ ഇങ്ങനെ രണ്ടുപേരും വഴക്കൂടുന്നേ? എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വഴക്കൂടാൻ പാടില്ലാന്ന് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും, ഞാനല്ല സുഭാഷ് ഏട്ടാ, ഇവനാ തുടങ്ങി വെച്ചത് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ആഹാ, പിന്നെ ഞാനാണ് വഴക്കുണ്ടാക്കിയേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതെ, ഇയാൾ തന്നെയാ വഴക്കുണ്ടാക്കിയേ എന്ന് ഹരീഷ് പറയുമ്പോൾ, നിർത്തുന്നുണ്ടോ രണ്ടാളും? രാവിലെ തന്നെ തുടങ്ങി. ദേ, ഇന്നലെ ഏട്ടത്തി പറഞ്ഞത് കേട്ടല്ലോ, ഏട്ടത്തി ഇവിടെ നിൽക്കണോ അതോ പോണോ? നിങ്ങൾ കാരണം ഏട്ടത്തി എങ്ങാനും ഈ വീട്ടിൽ നിന്ന് പോയാൽ രണ്ടിനെ ഞാൻ ഇവിടുന്ന് ഓടിച്ചു വിടും എന്ന് നികേഷ് പറയുമ്പോഴേക്കും, മതിയേടാ നിർത്ത്, വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ തന്നെയാ ജീവിക്കുന്നേ, ഇനി പെട്ടെന്നൊരു ദിവസം എല്ലാം തികഞ്ഞ നല്ലൊരു കുടുംബമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും മുറിയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ശരി, അപ്പോൾ ഒരു കാര്യമില്ലാതെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കണോ എന്ന് നികേഷ് പറയുമ്പോഴാണ് റൂമിനടുത്ത് നിൽക്കുന്ന നിധിയെ അവർ കാണുന്നത്. എന്തെടാ നിർത്തിയേ, പറയ് എന്ന് സുധീഷ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി